ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് എൻ്റെ തമ്പനയിലും ഒരു സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നേക്ക് എൻ്റെ മോനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടാ. ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും എൻ്റെ മോന് ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ മോനിക്ക് ഇന്നൊക്കെ 18 വയസ്സ് തികയാണ് കേട്ടോ. ഇനി എൻ്റെ മോനിക്ക് ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ്സിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് അമ്മ പെറ്റ മക്കളായാലും പടച്ച റബ്ബ് ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ്സ് തരട്ടെ. എൻ്റെ മോന് കുറേ വേദനയും വിഷമം സങ്കടമൊക്കെ അനുഭവിച്ച ഒരു മോനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് സന്തോഷം, അതിലേറെ സന്തോഷമുണ്ട് എൻ്റെ മോൻ്റെ കാര്യത്തിൽ കേട്ടോ. എന്നാലും അൽഹംദുലില്ലാഹ് 18 വയസ്സ് എൻ്റെ മോനിക്ക് തികഞ്ഞ്. അങ്ങനെ ഞാൻ ഈ വീഡിയോ എന്താ പറഞ്ഞാൽ, എനിക്ക് ഇന്നലെ ഒരു മടക്കര പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന് കേട്ടോ. ഒരു ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന്. അപ്പോൾ ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ടുകളും കൂടി പോയൊരു വീഡിയോ ആണ് കേട്ടത്. നമുക്കൊരു പോകേണ്ട ഒരു അക്കൗണ്ട് പരമായിട്ടൊരു ആവശ്യം ഉണ്ടായിന്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ 2000 റുപ്യ കിട്ടൽ തുടങ്ങിയതിൻ്റെ ശേഷമുള്ള അവസ്ഥയാണ് ബാങ്കിത്തത്. എന്തൊരാളാന്നാ പറയണ്ട, പോയിട്ട് ക്യൂ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് അൽഹംദുലില്ലാഹ് പോയി കുറച്ച് നേരം നിന്നാലും പോയി അവിടെ നിന്ന് ബാങ്കിൽ പോയ കാര്യങ്ങളൊക്കെ റാഹത്തായി ഇറങ്ങി. ഞങ്ങളിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് എന്തെടുത്താലും 20 റുപ്യ, ഏത് സാധനം എടുത്താലും സ്പൈസസുകളായാലും മിഠായി ആയാലും എന്തെടുത്താലും 20 റുപ്യ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് കയറി ജസ്റ്റ് ഒരു 2-3 സാധനങ്ങൾ അങ്ങനെ ഞാനും മേടിച്ച് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് എന്താ രാവിലെ കുട്ടികളെ വിട്ട പാട് പോയതല്ല. 9:15 ബസ്സിന് പോകാമെന്നും പറഞ്ഞിട്ട് 9:30 ബസ്സിന് പോകാമെന്നിട്ട് പോയി നോക്കുമ്പോൾ കിട്ടിയില്ല, മിസ്സായി. പിന്നെ 10:40 ബസ്സിനായിട്ട് പോയത്. നല്ല വിശക്കുന്നുണ്ടായിന്. 1 മണിയൊക്കെ ആയിട്ടുണ്ടായി, 1 മണി 1:30 മണി ആയിട്ടുണ്ടായിന്. പിന്നെ ഞാനും അവരെല്ലാം കൂടിയിട്ട് ചോറ് തിന്നിട്ടോ. ചോറൊക്കെ തിന്നിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെപ്പോഴും ഇല്ലല്ലോ, എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോകുന്ന സമയത്തല്ലേ, അത് ചില സമയങ്ങളിൽ നമ്മൾ തിന്നും കേട്ടോ, അല്ലെങ്കിൽ തിന്നൊന്നുമില്ല. അങ്ങനെ ചോറൊക്കെ തിന്ന് ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ബസ്സിന് കാത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബസ്സൊക്കെ കിട്ടി. ഞങ്ങൾ പെട്ടെന്ന് പെരക്കക്ക് വന്നു. എന്താ രാവിലെ അങ്ങനെ ഒരു പണിയെടുക്കാതെ പോയതല്ലേ, മക്കളെ വിട്ടപാട് പോയതല്ലേ. പിന്നെ വന്നതിൻ്റെ ശേഷം വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ 2:15 ബസ് കിട്ടി.